നിനക്കായി ഭാഗം 14 തുടരുന്നു. അതിർവ് ബെഡിൽ തളർന്നു കിടക്കുന്നവളുടെ മുഖത്തേക്ക് നോക്കി. വിവാഹത്തിനു വേണ്ടി അവൾ ധരിച്ച സാരി തന്നെയാണ് ഇപ്പോഴും അവളുടെ ശരീരത്തുള്ളത്. തളർച്ചയും ക്ഷീണവും അവളുടെ മുഖത്ത് തെളിഞ്ഞു കാണുന്നുണ്ടായിരുന്നു. കുഞ്ഞു കുട്ടികളുടെ നിഷ്കളങ്കതയോടെ കിടക്കുന്നവളുടെ മുഖത്തേക്ക് നോക്കും തോറും തനിക്കുള്ളിൽ ഇതുവരെ മനസ്സിലാകാത്ത തരത്തിലുള്ള വികാരങ്ങൾ നിറയുന്നത് അത്ഭുതത്തോടെയായിരുന്നു അവൻ മനസ്സിലാക്കിയത്. അതിന്റെ ഭാഗം എന്ന പോലെ അവന്റെ മുഖത്ത് ചിരികൾക്കും സ്ഥാനമുണ്ടായിരുന്നു. അവൻ പിന്നെയും അവൾക്കരികിൽ നിന്ന് കുറച്ച് നിമിഷങ്ങൾ കൂടി അവളെ നോക്കിയിരുന്നു. ആഗ്രഹമില്ലാഞ്ഞിട്ട് പോലും തന്റെ ഉള്ളിലെ ചിന്തകൾ തന്റെ പരിധി കടന്നു പോകുന്നതറിഞ്ഞ അതർവ് പെട്ടെന്ന് പുറത്തേക്ക് പോയി. വീടിനുള്ളിൽ സെറ്റ് ചെയ്തു വെച്ച കോർട്ടിയാടിന് സമീപമുള്ള ചേറിൽ പോയി കണ്ണുകൾ അടച്ചവനിരുന്നു. നിമിഷങ്ങൾ കടന്നുപോയി. തനിക്കരകിൽ ആരോ വന്ന് മനസ്സിലായതുപോലെ അതർവ് കണ്ണുപോലും തുറക്കാതെ ചോദിച്ചു, പറയെങ്കിൽ. അവന്റെ ചോദ്യം കേട്ട ദേവൻ പറഞ്ഞു, മോൻ ഈ ചെയ്യുന്നത് ശരിയാണോ? ഒരാളോടുള്ള വാശി അത് തീർക്കാൻ വേണ്ടി ഒന്നും അറിയാത്ത ഈ പെൺകുട്ടിയെ ഉപയോഗിക്കുന്നത് ശരിയാണോ? ദേവൻ പറഞ്ഞതിന് ശേഷം ഒരു നിമിഷം അവനെ നോക്കി. അപ്പോഴും കണ്ണുകൾ അടച്ച് ആലോചനയിൽ ഇരിക്കുന്നവന്റെ മുഖത്തേക്ക് നോക്കി അദ്ദേഹം തുടർന്നു, നീ ചെയ്യുന്ന കാര്യങ്ങൾ ഒരിക്കൽ പോലും ഞാൻ അഭിപ്രായങ്ങൾ ഒന്നും പറയാതെ ഇരുന്നത് നീ തെറ്റുകൾ ചെയ്യില്ല എന്ന് ഉറപ്പിലാണ്. പക്ഷെ ഇപ്പോൾ എനിക്ക് കഴിയില്ല. നീ ഈ കാണിക്കുന്ന തെറ്റ് കണ്ടില്ലെന്ന് കാണാൻ എനിക്ക് കഴിയില്ലടാ. അയാൾ ഉറപ്പോടെ പറഞ്ഞു നിർത്തി. എന്നിട്ട് അവന്റെ മറുപടിക്കായി കാത്തു. അതറിഞ്ഞത് അയാളെ നോക്കി. എന്നിട്ട്, ശരിയാണ്, തെറ്റാണ്. പക്ഷേ അതർ ഒരു പെണ്ണിന്റെ ശരീരത്ത് അവളുടെ അനുവാദമില്ലാതെ തൊട്ടിട്ടുണ്ടെങ്കിലെന്ന് അവൾ പിന്നെ അതർവിനുള്ളതാണ്. ഉറപ്പോടെ പറഞ്ഞു നിൽക്കുന്നവനെ കണ്ടതും അത്ഭുതത്തോടെ അയാൾ ചോദിച്ചു, അപ്പൊ നീ? പ്രേമൊന്നും അല്ല. അവൻ ഏറ്റവും ആഗ്രഹിച്ചു ഒന്ന്. അതെന്റെ കയ്യിലുള്ളത് കണ്ട് അവൻ കരയണം, വേദനിക്കണം. അതിനുവേണ്ടിയാണ്. പല്ലുകൾ കടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അപ്പോഴും അവരിരുന്ന ഭാഗത്തേക്ക് നിധിയുടെ റൂമിലുണ്ടായിരുന്ന മെയ്ഡ് ഓടി വന്നു. സർ, ആ കുട്ടി വേഗം വരൂ. വെപ്രാളത്തോടെയുള്ള അവളുടെ വാക്കുകൾ കേട്ട പാതി കേൾക്കാത്ത പാതി അവൻ അവളുടെ റൂമിലേക്ക് പാഞ്ഞു. അവിടെ എത്തിയതും എന്തോ ഒന്ന് ശക്തമായി അവന്റെ ശരീരത്തിൽ വന്ന് പതിച്ചു. അവനൊന്ന് നോക്കി. ദേഷ്യത്തോടെ തന്റെ കോളറിൽ പിടിച്ച് നിൽക്കുന്ന നിധിയെ മനസ്സിലാക്കാത്ത പോലെ അവൻ നോക്കി. നിങ്ങൾ, ഹൗ ഡെയർ യു? എന്റെ ശരീരത്തിൽ തൊടാൻ നിങ്ങൾക്ക് ആരാണ് അവകാശം തന്നത്? അലറി കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നവളെ കണ്ടതും ഉള്ളിൽ കുറ്റബോധത്തിന്റെ ചെറുനാമ്പ് ഉയരുന്നത് അവൻ അറിഞ്ഞു. എന്നാൽ അടുത്ത നിമിഷം അവളുടെ വാക്കുകൾ കേട്ടതും അവന്റെ ഉള്ളിൽ നിന്ന് ആ ചിന്ത പാടെ ഇല്ലാതായി. ഞാൻ എന്റെ ജീവേട്ടന്റെയാണ്. കുറ്റബോധം നിറഞ്ഞ മനസ്സിനെ നിമിഷ നേരം കൊണ്ട് ഇല്ലാതെയാക്കാൻ അവളുടെ ആ വാക്കുകൾ മതിയായിരുന്നു. ജീവൻ എന്ന പേര് മാത്രം മതി അതർവിന്റെ ഉള്ളിൽ മൃഗത്തെ പുറത്തേക്ക് എത്തിക്കും. നിങ്ങൾ നോക്കിക്കോ, എന്റെ ജീവേട്ടൻ വരും, എന്നിട്ട് എന്നെ കൊണ്ടുപോകും. കൊള്ളാം, എന്നാ വരട്ടെ നിന്റെ ജീവൻ. എന്നിട്ട് കാണാം നമുക്ക് ആരാണ് ജയിക്കുന്നതെന്ന്. ഈ രാവണനോ അതോ നിന്റെ ശ്രീരാമനോ എന്ന്. കലിപ്പോടെ തന്റെ ഷർട്ടിൽ മുറുക്കി പിടിച്ച നിധിയുടെ കൈ ബലത്തോടെ തന്നിൽ നിന്ന് മാറ്റിയ ശേഷം പുച്ഛ നിറം ചെറുപുഞ്ചിരിയും അവൻ അവൾക്കായി സമ്മാനിച്ചു. എന്നിട്ട് ഇയാൾ ആരാ? എന്തിനാ? ജീവേട്ടനായിട്ട് ഇയാൾക്ക് എന്താ? പിന്നെ ജീവേട്ട ഇവിടെ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. വാ ജീവേട്ട, എന്നെ കൊണ്ട് പോവും. അവൾ നിലത്തേക്ക് ഇരുന്നു പൊട്ടിക്കരയാൻ തുടങ്ങി. ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന ദേവന്റെ കണ്ണുകളും ഈറൻ അണിഞ്ഞിരുന്നു. അയാൾ അവളെ നോക്കി പതിയെ പറഞ്ഞു, നിനക്ക് അവനിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല കുട്ടി. അവന്റെ പ്രതികാരം അത്രയ്ക്കുണ്ട്. രംഗത്തുണ്ട്. ഇതേ സമയം ഹോസ്പിറ്റലിൽ ഡോക്ടർ പറഞ്ഞ പ്രകാരം കാര്യങ്ങൾ തിരക്കാൻ വേണ്ടി സായ് ഡോക്ടറുടെ ക്യാബിനിൽ വന്നതാണ്. ഡോക്ടർ, മുഖവര ഇല്ലാതെ തന്നെ പറയാം മിസ്റ്റർ സായ്, സർജറി സക്സസ് ആണ്. സോ ജീവന്റെ ഇപ്പോഴത്തെ സ്റ്റേജ് സ്റ്റേബിൾ ആണ്. പക്ഷേ എന്താണ് ഡോക്ടർ? തലയ്ക്ക് നല്ല രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. അതിനാൽ തന്നെ ബാക്കി ഡോക്ടർ ഒന്ന് നിർത്തി.
ബാക്കി ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേട്ടിരുന്ന സായിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. അയാളുടെ അവസ്ഥ കണ്ട് കാര്യങ്ങൾ പറയാൻ പോലും കഴിയാതെ ഡോക്ടർ പോലും നിസ്സഹായനായി പോയി ആ നിമിഷങ്ങളിൽ. തുടരുന്നു.